അതെങ്ങനെ കൊടുക്കും മണിക്ക്? അവളുടെ മുഖത്ത് ആ സന്തോഷം കാണണം. അച്ഛൻ കൈവിട്ട് പോയമ്മ. അയ്യോ, നമ്മൾ ഇനി മറ്റേ കൃഷ്ണനായിട്ട് ആരാ കൊണ്ടുപോകും ഇനി നമ്മള്? ഒന്ന് പോടി അവിടെ നിന്ന്. ആനക്കാര്യത്തിട്ടിടയ്ക്കാണ് ചേനക്കാര്യം. മക്കളെ, ഇന്നലെ രാത്രി വരെ, ഇന്നലെ രാത്രിയല്ല, ഇന്ന് രാവിലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. മണിക്കുട്ടി, ഞാനേ ഇത് നിനക്കായിട്ടോ. അമ്മ ഇങ്ങനെ ഇടന്ന് കരഞ്ഞ ആൾക്കാരെ അറിയിക്കാതെ. അമ്മയാണ് ഞങ്ങളുടെ ബലം. അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങിയ അത് തന്നെ അമ്മ. അയ്യോ, വിഷമിക്കില്ലേ അമ്മ? മണി, ഇതാ ഇത് നിനക്ക്. അമ്മ നോയിക്കൊണ്ടിരിക്കാൻ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ല്. ഓ ചെല്ലമ്മ, നിങ്ങളും കൂടെ വാ. ഞങ്ങൾ പറഞ്ഞില്ല, അമ്മ ആദ്യം പോ. രവിയേട്ടാ. മണി, പിള്ളേരെവിടെ മണി? പിള്ളേരപ്പുറത്തുണ്ട്, വിളിക്കണോ? അയ്യോ വേണ്ട, നീങ്ങുവാ. നീ ഇരിക്കി. മണി, ഞാനേ ഇന്ന് ഓഫീസിൽ നിന്ന് രാംകുമാർ സാറുമായിട്ട് പുറത്തുണ്ട്. എനിക്കറിയാം രവിയേട്ടാ, രാംകുമാർ സാറിൻ്റെ കൂടെ പുറത്ത് പോയി. ഇനി ഞാൻ മുഴുവൻ പറഞ്ഞില്ലല്ലോ. ഞാൻ രാംകുമാർ സാറും കൂടെ പുറത്ത് പോയപ്പം വരുന്നു. മനുഷ്യൻ വാ തുറക്കാൻ കാത്തിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ വന്ന് ശല്യം ചെയ്യാൻ ഒരു ഇതുമില്ല. പിള്ളേരിവിടെ നിൽക്കട്ടെ. രവിയേട്ടൻ കാര്യം പറ. രാംകുമാർ സാറും രവിയേട്ടനൂടെ പുറത്തു പോയി. രാംകുമാർ സാറും ഞാനും കൂടെ പുറത്തു പോയി. ആ ജംഗ്ഷനിൽ വെച്ച് പെട്ടെന്ന് അങ്ങനെ ആവിയായിട്ട് മേലോട്ട് പോയി. ദൈവമേ, രാംകുമാർ സാറ് മരിച്ചുപോയാ? അതാണ് എന്റെ അച്ഛൻ ഇങ്ങനെ. കൊച്ചേ, ഉണ്ടായിരിക്കണം കേട്ടാ. ഇല്ലാത്ത കാര്യം ഞാൻ അടിച്ച് പൊട്ടിച്ചോളാം ഞാൻ. വയലന്റായി അമ്മ, വയലന്റായി. മക്കളെ, രവിയേട്ടാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വണ്ടി വിളിക്കാം. ഞാൻ വിളിക്കാമേ. എന്നാ പോയി വിളിക്ക്. അവളെവിടെ പോണത്? അത് അവളുടെ ഫ്രണ്ടിന്റെ വണ്ടി പിടിക്കാൻ വേണ്ടി പോയത്. വണ്ടി എന്തിന്? ഒന്നുമില്ല, കുഴപ്പമില്ല, എല്ലാം ശരിയാവും. എനിക്കൊന്നും ടെൻഷൻ അടിക്കണ്ട. അച്ഛനൊന്നുമില്ല. അച്ഛനൊന്നുമില്ലേ? എന്തോന്ന് വെച്ചാ പറഞ്ഞേ? അച്ഛനൊന്നുമില്ലെന്ന്. അച്ഛൻ ഇങ്ങനെ മാനസിക വിഭ്രാന്തിയോടെ കാണാൻ ഞങ്ങൾക്ക് പറ്റൂല അച്ഛാ. മാനസിക വിഭ്രാന്തി അച്ഛൻ. അയ്യോ, എന്റെ അച്ഛൻ സമ്മതിക്കുകയും ചെയ്തത്. എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടണം ഞങ്ങൾക്ക്. എന്റെ മണി, ഞാൻ രാംകുമാർ സാറും കൂടെ ഇന്ന് പുറത്തോട്ട് പോയില്ലേ? വീണ്ടും രാംകുമാർ സാറിന്റെ കാര്യം എന്തിനാ പറയണേ? അതല്ല പറയണേക്ക്. ഓഫീസിൽ ചെന്നപ്പോ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാംകുമാർ സാറും കൂടെ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ മാർക്കറ്റിൽ രാംകുമാർ സാർ ഒരു ടെക്സ്റ്റൈൽസ് കയറി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങി. അപ്പൊ ഞാൻ മണിക്ക് ഒരു സാരി വാങ്ങിച്ചു. ഇതാണ് കാര്യം. നോക്ക്, സാരി ആയിരുന്നല്ലേ? അല്ല, അച്ഛൻ എന്തിനാണ് ഈ ഫയലിന്റെ അകത്ത് ഈ സാരിയും കൊണ്ട് നടന്നേ? അത് മക്കളെ, ഞാൻ മണിക്ക് മാത്രമല്ലേ സാരി വാങ്ങിച്ചുള്ളൂ. നിങ്ങൾക്കൊന്നും വാങ്ങിയില്ലല്ലോ. നിങ്ങൾക്കത് വിഷമാവില്ലേ? അതുകൊണ്ട് നിങ്ങൾ അറിയാതെ മണിക്കുട്ടി കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അയ്യേ, ഞങ്ങൾക്ക് എന്തിനു വിഷമാവുന്നേ? അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ആണോ? പിന്നെ എന്റെ അച്ഛനല്ലാതെ പിന്നെ വേറെ ആരുണ്ട് അമ്മയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ? ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. അച്ഛ ഇങ്ങനെയാണോ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? സോറി മക്കളെ, ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. ചേച്ചി, ഇനി ഇവിടെ നിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടെ സാരിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കട്ടെ. സാരിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്ക്. ഞങ്ങളിപ്പോ വരാം. മണിക്കുട്ടി, നിനക്ക് സാരി ഇഷ്ടപ്പെട്ട? ഈ സാരി കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന്. മാത്രമല്ല, നിനക്ക് നന്നായിട്ട് ചേരും. ചോദിക്കോ? എന്നാലും എന്റെ രവിയേട്ടാ, ഇതങ്ങ് ആദ്യമേ തന്നാ പോരായിരുന്നോ? ഇത്രയും നാടകം വേണ്ടിയിരുന്ന? നാടകോ? എനിക്കിത് നിന്റെ കയ്യിൽ എത്തിക്കാനുള്ള സാവകാശം ഇവിടെ കിട്ടിയോ? പിന്നെ അവരാരും അറിയാതെ തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്തായാലും കൊള്ളാം. ലിസ്റ്റാ? അതെ. ഇതെന്തിന്? ഞങ്ങൾക്ക് മേടിക്കാനുള്ള സാധനത്തിന്റെ ലിസ്റ്റാണ്. ഇപ്പൊ എന്തിന്? അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ ഇതെല്ലാം വാങ്ങിച്ചു തന്നിരിക്കണം. അതൊന്നും പറ്റൂല. അടുത്ത മാസം ശമ്പളോ? ഇവിടെ അല്ലാതെ തന്നെ ചെലവ് കൂടുതലാണ് ഈ മാസം. പിന്നെ ഇതൊന്നും വാങ്ങിക്കാനും പറ്റൂല. അങ്ങനെ പറഞ്ഞാ പറ്റൂല. നിന്ന നിപ്പിന് അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാങ്കിലേ മക്കളായ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ഇനിയിപ്പോ വേറെ രക്ഷയൊന്നുമില്ല, വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. മണി, അയ്യോ, കോള്. ഒരു നിമിഷം. ഹലോ.
ആംബുലൻസ് അല്ലേ? എവിടെ? മുകളിലെത്തിയായിരുന്നോ? അയ്യോ അതിന്റെ ആവശ്യമില്ല, ഇനി ശരിയാക്കിയായിരുന്നു. ഞങ്ങൾ ശരിയാക്കി. പൊക്ക കേട്ടാ, കുഴപ്പമില്ല, തിരിച്ചു കിട്ടും. ഓക്കെ. ആംബുലൻസിന്റെ കാര്യം പറയാം. ആംബുലൻസ് എന്തിന്? ആ